ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിനു വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടോ. ഇക്കാക്ക ഉണ്ടെങ്കിൽ ഇക്കാക്കാനെയും വിളിച്ചുകൊണ്ടേ ഞാൻ പോവുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഇഷ്ടമല്ല. അപ്പം ഇക്കാനെയും വിളിച്ച് പോകും. ഇക്കാക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമല്ല, പിന്നെ ആർക്കോ വേണ്ടി വരുന്ന മാതിരി വരും കേട്ടോ. അങ്ങനെയുള്ള ഒരാളാണ്. ആൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ വേഗം കറി ഉണ്ടാക്കിയിട്ടോ. മുരിങ്ങയ്ക്ക, തക്കാളി, ചെമ്മീൻ, അതാണ് കറി വെച്ചത്. അതിന് വറവ് ഇടാൻ വേണ്ടി കറിവേപ്പിലയും കടുകും ഒക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? എനിക്ക് ഇങ്ങനത്തെ കറി, ലൈറ്റായിട്ടുള്ള കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു നാടൻ ഊൺ സെറ്റപ്പിൽ കഴിക്കാൻ അടിപൊളിയല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ സിമ്പിൾ കറികൾ പരീക്ഷിക്കും കേട്ടോ. പിന്നെ കിളിമീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മീനിന് പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും പല പേരുകളാണെന്ന് തോന്നുന്നുണ്ട്. എറണാകുളത്ത് എന്തായാലും കിളിമീനാണ്. അങ്ങനെ ഇവിടെ ഒരു കിളിമീൻ ലവർ ഉണ്ട്, എൻ്റെ കെട്ടിയോന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിളിമീനും വറുത്തു. പിന്നെ ഞാനൊരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി. എൻ്റെ കെട്ടിയോന് ഇതൊട്ടും ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് ഇത് നല്ലതൊന്നും പിടിക്കില്ല, പ്രോട്ടീനൊന്നും പറ്റില്ല. ആൾക്ക് മധുരത്തിൻ്റെ ആളാണ്, പ്രോട്ടീൻ അങ്ങനെ പറ്റില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഇക്കൊക്കെ വന്നപ്പോഴും ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു സംഭാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോറും സംഭാരവും കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങയ്ക്കയും കറിയൊക്കെ നല്ല തിക്കായി ഇരിക്കുന്നുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കറി കേട്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോഴേക്കും ഇത്തിരി വെള്ളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇരുന്നപ്പോഴേക്കും സെറ്റായി വന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, എന്താ ഒരു ടേസ്റ്റല്ലേ നാടൻ കറിക്ക്. ഞാനുണ്ടാക്കി ഞാൻ തന്നെ പുഴുത്തി പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറയാണ്ട് വേറെ വഴിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കെട്ടിയോ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കിടന്നുറക്കം. അതാണ് എൻ്റെ പരിപാടി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോൾ ഓക്കെ, ബൈ.